അച്ഛനിനി മഞ്ചാടിയുടെ കാര്യത്തിൽ അധികം കൈകടത്തിന് ഇടയില്ല. അദ്ദേഹം ഇന്ന് തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഷെയറിന്റെ കാര്യം സംസാരിക്കാൻ. അതൊക്കെയാ പിന്നെ അതിന്റെ ഓട്ടത്തിലായിരിക്കും അച്ഛൻ. മഞ്ചാടിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അണ്ണൻ ചുമതലപ്പെടുത്തിയ ആൾക്കാർ അവളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അങ്കിൾ ഉദ്ദേശിച്ചത് അനുവിന്റെ ഇന്ദ്രന്റെ കാര്യമല്ലേ? അവര് തമ്മിൽ ഇതിന്റെ പേരിൽ ഒരുമിക്കുന്നുണ്ടെങ്കിൽ ഒരുമിക്കട്ടെ അങ്കിൾ. നാളെ സുശീല ആന്റി നമുക്കെതിരെ തിരിയാതിരിക്കാൻ ഈ ഇന്ദ്രൻ ഒരു തുറുപ്പ് ചീട്ട. സുശീലയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ലവനെ. അവർക്ക് കൊടുത്ത വാക്ക് അഥവാ ഗൂഗിൾ പാലിച്ചില്ലെങ്കിൽ അവന് വേണ്ടി അത് ഞാൻ ചെയ്തു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. അത് അങ്കിളിനെ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ലേ? പിന്നെന്താ അങ്കിളിന്റെ ടെൻഷൻ? ജീവൻ രാജ് അവന്റെ ഡെഡ് ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. മകനെ എത്രയും വേഗം കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് അവന്റെ അച്ഛനും അമ്മയും വീണ്ടും പോലീസിൽ പരാതി കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ജീവൻ രാജിന് ഒഴുക്കിൽപ്പെട്ട് കാണാതായതല്ലെങ്കിൽ ചിലപ്പോൾ ഡെഡ് ബോഡി പോലും കിട്ടാൻ താമസിക്കും. ഒരുപക്ഷെ ഒരിക്കലും അവനെ കണ്ടെത്താൻ പറ്റിയില്ലെന്നും ഇരിക്കും. അതിപ്പോ എങ്ങനെയാ നമ്മളെ ബാധിക്കുന്നത്? നമുക്ക് ആ സംഭവത്തിലൊരു പങ്കില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഗൂഗിളിന് അതിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. അവന് അതിലെന്തെങ്കിലും പങ്കുള്ളതായി അങ്കിളിന് തോന്നാൻ കാരണം ആസിഫിന്റെ മൊഴി. ജീവൻ രാജിനെ തുരുത്തി നാമം വിളിച്ചുകൊണ്ടുവന്നത് സുശീല പറഞ്ഞിട്ടാണെങ്കിൽ അതില് നമ്മളറിയാത്ത എന്തോ ഒരു കളി ഗൂഗിൾ കളിച്ചിട്ടുണ്ടാവും. ജീവൻ രാജിനെ എന്നേക്കുമായി ഒഴിവാക്കാൻ വേണ്ടി ആസിഫിനെ ഗൂഗിൾ വിലക്കെടുത്താണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്.